എന്ന് നാം മനസ്സിലാക്കണം. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഏത് ഗിഫ്റ്റാണ്, ഏത് വരമാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് നാം ആദ്യം ഒന്ന് തിരിച്ചറിയണം. പാടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രസംഗിക്കുവാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള നമുക്കിന്ന് ഈ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം വായിച്ചു വരുമ്പോൾ വിവിധ തരം ശുശ്രൂഷകളെ നാം അവിടെ കാണുകയാണ്. എന്നാൽ ദൈവം നമുക്ക് ഓരോ വ്യക്തികൾക്കും എനിക്ക് കൃപ തന്നിട്ടില്ല, എനിക്ക് വരം ലഭിച്ചിട്ടില്ല എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും ദൈവം ഓരോ താലന്തുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ താലന്തുകളെ എന്തിനു വേണ്ടി വ്യാപാരം ചെയ്യുക? നമുക്കറിയാം, ഒരു താലന്ത് കൊടുത്തവൻ അവൻ എന്ത് ചെയ്തു? അതിനെ റൂമാലിൽ കെട്ടിവെച്ച് അതിനെ പിടിച്ചിടുന്ന അനുഭവം ഉണ്ടാകും. പക്ഷെ ദൈവം നമ്മൾ തന്നിരിക്കുന്ന ഓരോ താലന്തുകളും എന്തിനു വേണ്ടിയിട്ടാ? എന്റെ ദൈവത്തിന്റെ നാമത്തെ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നാം അത് ഉപയോഗിക്കപ്പെടുവാനാണ് ദൈവം നമുക്ക് താലന്തുകളെ തന്നിരിക്കുന്നത്. ദൈവം നമ്മളെ ഇപ്പൊ കർത്താവിന്റെ യൂത്ത് സെക്രട്ടറി ആയ കർത്താവിന്റെ ദാസൻ നിങ്ങളുടെ മേൽ ഓരോരുത്തരെ ഓരോ ഏൽപ്പിക്കുമ്പോൾ അതെന്തിനാ ചെയ്യുന്നേ? കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ സമയം, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ, നമ്മൾ തന്നിരിക്കുന്ന ഓരോ പ്രോഗ്രാമുകളും ഓരോ മിനിസ്ട്രി ആയിട്ട് നാം ഏറ്റെടുക്കണം. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് നാം അത് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന വിവിധമായ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി നമുക്ക് തന്നിരിക്കുന്നത് വിവിധമായ ദൈവകൃപയുടെ ഒരു നല്ല ഗൃഹവിചാരകൻ എന്ന് പറയുമ്പോൾ അവൻ എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മോശ തന്റെ ദൈവഭവനത്തിൽ അവൻ വിശ്വസ്തത ഉള്ളവനായിരുന്നത് പോലെ നാം ഇന്ന് ദൈവസഭയിൽ വിശ്വസ്തന്മാരാകണം. നമ്മെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ, കർത്താവിന്റെ ദാസനോ അല്ലെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷ നിങ്ങൾക്ക് നൽകുമ്പോൾ അത് വിശ്വസ്തയോടുകൂടെ ഞാനിത് ചെയ്തു കൊള്ളാം എന്ന് നിങ്ങൾ നിങ്ങളുടെ വിശ്വസ്തതയെ കാണുന്നേ. ദൈവത്തോടുള്ള വിശ്വസ്തത നിങ്ങൾ കാണിക്കുവാൻ നിങ്ങൾ എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കണം. നമ്മുടെ